ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും കഴിക്കാവുന്നതും പ്രത്യേകിച്ച് നോയമ്പ് നോക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ധാരാളം പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ പനീർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും കൂടാതെ സാൻഡ്വിച്ച്, ബ്രെഡ് റോളിനൊക്കെ ഉപയോഗിക്കാം. ഇന്ത്യൻ കോട്ടേജ് ചീസ് എന്നറിയപ്പെടുന്ന പനീർ ഇവിടെ ഗ്രേറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഡിഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 800 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന തരത്തിൽ സ്ലൈസാക്കി മുറിച്ച് ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് വെക്കുക. സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രെയിൻ ചെയ്ത ശേഷം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചോ ഇത് ഗ്രേറ്റ് ചെയ്യാം. ചെറിയ കഷ്ണങ്ങളാക്കണമെന്നേ ഉള്ളൂ. ഗ്രേറ്റ് ചെയ്യാതാണ് ഈ ഡിഷ് ഉപയോഗിക്കുന്നത്. ഫോർക്ക് കൊണ്ട് കുറച്ച് അമർത്തി പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത പനീർ മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ കൊച്ചു ജീരകം, ചെറിയ ജീരകം ഇടുക. ജീരകം ഇടുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. ഒന്ന് ചെറുതായി മൂക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സബോള അരിഞ്ഞത് ചേർക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് പകരം വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം 3 പച്ചമുളക് കീറിയിടുക. എല്ലാം ഒന്ന് നന്നായി വഴലണം. വഴന്നതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്നത്. നന്നായി വഴന്നതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കുക. അത് നന്നായി ഇളക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം തക്കാളി അരിഞ്ഞത് ചേർക്കാനായിട്ട്. നന്നായി വഴന്നതിന് ശേഷം, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞ് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയം തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് വരും. തക്കാളി വേകണം, വേകാതെ ഇതുണ്ടാക്കരുത്. തക്കാളി വേകാൻ വേണ്ടിയാണ് ഇത് അടച്ചു വെക്കാൻ പറയുന്നത്. 2 മിനിറ്റിന് ശേഷം തുറക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഈ സമയം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെന്തുടഞ്ഞ തക്കാളിയിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കുക. നന്നായിട്ട് ഇളക്കണം. ഈ സമയം ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. ഈ മസാലകളെല്ലാം പനീറിൽ നല്ലതായിട്ട് പിടിക്കണം. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ 2 മിനിറ്റ് ഇളക്കുക. നന്നായി ഇളക്കി ഇതെല്ലാം പനീറിൽ പിടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിനകത്ത് ഇട്ടിടുക. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. മല്ലിയിലയൊക്കെ ഈ കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ മല്ലിയില ഇട്ട് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൂടുതൽ ടേസ്റ്റിനായിട്ട് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് സെർവ് ചെയ്യാം. ഈ പനീർ ബുർജി നോയമ്പ് കാലത്ത് വളരെ നല്ലതാണ്. പനീർ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെയും കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ പല വൈറ്റമിൻസിൻ്റെയും കലവറയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി കാണുന്നത് വരെ have a nice time.